മൊബൈലിന്റെ ഏത് ഭാഗവും വളരെ ഈസി ആയിട്ട് നമുക്ക് സൂം ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ്. ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടായിരുന്നു ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ ഇതേ വീഡിയോ വീണ്ടും ചെയ്യാൻ കാരണം പുതിയ മൊബൈലൊക്കെ വാങ്ങിയവർക്ക് ഇത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് അറിയില്ല. രണ്ടാമത്തെ കാരണം, നമ്മളിപ്പോൾ OTP ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ത്രിബിൾ ടാപ്പിലായിരിക്കും ഈ സൂം ചെയ്യുന്ന ഓപ്ഷൻ വെച്ചിട്ടുണ്ടാകുക. അപ്പോൾ 3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് സൂം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സൂം ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് OTP എൻ്റർ ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വിഷൻ എൻഹാൻസ്മെന്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനുകൾ നിങ്ങൾ കാണാൻ സാധിക്കും, മാഗ്നിഫിക്കേഷൻ അതുപോലെ തന്നെ മാഗ്നിഫിയർ. ഇതിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് വേണ്ടത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ അതിൻ്റെ പ്രീവ്യൂ നമുക്ക് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് മാഗ്നിഫിക്കേഷൻ ടൈപ്പ് എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ 3 ടൈപ്പ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ അലോ സ്വിച്ചിങ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിൽ നിന്നും ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇതുപോലെ വെച്ചിട്ട് സൂം ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് ഫുൾ സ്ക്രീൻ എന്ന ഭാഗമാണ്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. എല്ലാ ഭാഗവും നമുക്കിതുപോലെ സൂം ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് ഇതാ ഇവിടെ കണ്ടോ മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന ഭാഗം, അതും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മാഗ്നിഫിക്കേഷൻ ഷോർട്ട് കട്ട് എന്ന എഴുത്തിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ ഓൺ ചെയ്തുകൊണ്ട് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, ടാപ്പ് ടു ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോർണറിൽ ഒരു മനുഷ്യൻ്റെ ചിത്രം വരും. അവിടെ നമുക്ക് പെട്ടെന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് വേണ്ടിയിട്ടാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് സൈഡ് ആൻഡ് വോളിയം അപ്പ് ബട്ടൺ എന്ന ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ പ്രസ് ആൻഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ 3 സെക്കൻഡ്സ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓപ്പൺ ആക്കാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. മൂന്നാമത്തത് ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ എന്ന ഭാഗമാണ്. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാനിപ്പോൾ അത് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് ഓൺ ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യാണ്. ഇതാ കണ്ടോ, ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഏത് ഭാഗവും നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ നിന്ന് ഞാൻ പുറത്ത് പോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ പുറത്ത് പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിങ്ങനെ സൂം ചെയ്തിട്ട് ഏത് ഭാഗവും നമുക്കിതുപോലെ സൂം ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ സൂം ചെയ്തിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ സൂം ചെയ്തിട്ട് നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒബ്ജക്റ്റ് ഇങ്ങനെ സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും മൊബൈലിലെ ഏത് ഭാഗം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സൂം ചെയ്ത് വളരെ വലുതാക്കിയിട്ട് നിങ്ങൾക്ക് വളരെ വൃത്തിയോടുകൂടി കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു OTP വന്നു, അതിൽ 111 ഉണ്ട് അല്ലെങ്കിൽ 555 ഉണ്ട്. അപ്പോൾ 3 പ്രാവശ്യം നമുക്ക് തുരുതുരെ പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആക്സസിബിലിറ്റിയിലുള്ള ഈ ഒരു സൂമാണ് ഓപ്പൺ ആകുക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, 3 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തു, അവിടെ ഒന്ന് വരുന്നില്ല, പക്ഷേ അത് ഡിസേബിൾ ആയി. അതായത് സൂം ആകുന്നത് ഡിസേബിൾ ആയി. വീണ്ടും 3 പ്രാവശ്യം പ്രസ് ചെയ്തപ്പോൾ അത് എനേബിൾ ആയി. പക്ഷേ മെല്ലെ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കൂ. ഇതുപോലെ തുരുതുര പ്രസ് ചെയ്യാതെ മെല്ലെ ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കൂ, കൃത്യമായിട്ട് വർക്കാവും. അപ്പം അങ്ങനെ ആൾക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി അങ്ങനെയല്ല, നമുക്കിത് ഡിസേബിൾ ചെയ്തിടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ തന്നെ പോയിട്ട് സെർച്ച് ബാറിൽ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഏറ്റവും മുകളിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ, ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ടോഗിൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് OTP അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ അനായാസം നിങ്ങൾക്ക് എത്ര സ്പീഡോട് കൂടിയും ഇതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കാരണം നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തത് ഡിസേബിൾ ചെയ്തല്ലോ, അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് വരില്ല. അങ്ങനെ ഡിസ്റ്റർബൻസ് ഉള്ളവർക്കാണ് ഞാൻ ഈ കാര്യം കാണിച്ചത്. ഓക്കെ, എന്നിട്ട് ആ ടൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും അതേപോലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ടോഗിൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മൊബൈലിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആയിട്ട് വരും. നിങ്ങൾക്ക് ഏത് ഭാഗവും ഇതുപോലെ സൂം ചെയ്യാനും സാധിക്കും.
നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിൻ്റെ സെറ്റിങ്സും ഓപ്ഷനുകളും ഇങ്ങനെയൊക്കെയാണ് എന്ന് വളരെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാനും, അതുപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.